ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം 2020-ൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഇംഗ്ലണ്ട് ഉയർത്തിയ 133 റൺസ് വിജയലക്ഷ്യം 12.5 ഓവറിൽ മറികടന്നു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ് പിള്ള, എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നേറ്റം? മികച്ച ഒരു പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ദേവിക, ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിന് ഒരു ചരിത്രമുണ്ട്. കഴിഞ്ഞ 12 T20 മത്സരങ്ങളിൽ 7ലും വിജയിച്ചത് ആദ്യം ബോൾ ചെയ്ത ടീമാണ്. ഈഡൻ ഗാർഡൻസ് പിച്ചിന്റെ ഒരു സ്വഭാവം എന്നുള്ളത് ആദ്യത്തെ അല്പസമയം ബോളിങ്ങിനെ പിന്തുണയ്ക്കുകയും പിന്നെ പിച്ച് ഈസ് ഔട്ട് ചെയ്ത് ബാറ്റിങ്ങിനെ തുണയ്ക്കുകയും ചെയ്യുന്ന ചരിത്രമാണ്. അത് മുതലെടുക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ടോസ് നേടിയ ഭാരതം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തത്. പ്രതീക്ഷിച്ച പോലെ തന്നെ വരുൺ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബോളിംഗ് നിര ആഞ്ഞടിച്ചു. തുടക്കത്തിൽ ആഘാതത്തിൽ നിന്ന് തിരിച്ചു കയറാൻ ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് കഴിഞ്ഞതുമില്ല. 68 റൺസ് നേടിയ ജോസ് ബട്ട്ലർ മാത്രമാണ് പിടിച്ചു നിന്നത്. പിന്നെ ബ്രൂക്സും ജോഫ്ര ആർച്ചറും മാത്രമാണ് ഇരട്ട അക്കം കണ്ടത്. വരുൺ ചക്രവർത്തി 23 റൺസ് നൽകി 3 വിക്കറ്റ് വീഴ്ത്തി. ഇന്ത്യൻ ബോളർമാരായ ഹർഷ്ദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. മറുപടി ബാറ്റിംഗ് ഭാരതം തകർപ്പൻ തുടക്കമാണ് കാഴ്ചവെച്ചത്. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും വെടിക്കെട്ട് തുടക്കം നൽകിയെങ്കിലും വൻ പ്രതീക്ഷ ഉയർത്തിയ സഞ്ജു സാംസൺ 20 പന്തിൽ 26 റൺസ് നേടി മടങ്ങി. പക്ഷേ പിന്നാലെ വന്ന സൂര്യകുമാർ യാദവ് അമ്പാടെ നിരാശപ്പെടുത്തുകയായിരുന്നു. ക്യാപ്റ്റൻ വെറും 3 പന്തിൽ 0 റൺസുമായിട്ടാണ് മടങ്ങിയത്. അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ചേർന്ന് ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ മുന്നോട്ട് നയിച്ചു. 12.5 ഓവറിൽ 43 പന്ത് ബാക്കി നിൽക്കുകയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സ്കോർ മറികടന്ന് 5 മത്സര പരമ്പരയിൽ ലീഡ് നേടിയത്. ദേവിക. ഓക്കെ.